നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീലിയൻ ഫുട്ബോളിലേക്ക് മടങ്ങിയെത്തുന്ന നെയ്മർ ജൂനിയർക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, അടുത്ത വേൾഡ് കപ്പ് കളിക്കണം. അതിൽ സർവ്വം സമർപ്പിച്ച് കളിച്ച് ആ കിരീടത്തിലേക്കൊന്നെത്തണം. അതിന് അദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ളത് കണ്ടറിയണം. അതാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നത്. വരുന്ന വർഷങ്ങളിലേക്കുള്ള ചലഞ്ചിന് പ്രിപ്പയർ ആവാൻ എനിക്ക് വേണ്ട സ്നേഹം നൽകാൻ പറ്റുന്ന ഒരേ ഒരിടം അത് സാൻറ്റോസ് ആണ് എന്ന്. അങ്ങനെ സാൻറ്റോസിലേക്ക് അദ്ദേഹം മടങ്ങിയെത്തുമ്പോൾ ബ്രസീലിയൻ താരങ്ങളും ഹാപ്പിയിലാണ്. നോക്കുക, സാവിഞ്ഞോ പറയുന്നു ഇറ്റ് വിൽ ബി നെയ്മേഴ്സ് ലാസ്റ്റ് വേൾഡ് കപ്പ്. നെയ്മറുടെ അവസാന വേൾഡ് കപ്പ് ആയിരിക്കും 2026 നടക്കാൻ പോകുന്നത്. സോ ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടിയായിരിക്കും ഞങ്ങളുടെ ജീവൻ സമർപ്പിച്ച് കളിക്കുക എന്ന് സാവിഞ്ഞോ പറയുന്നു. നെയ്മറുടെ മടങ്ങി വരവിൽ റാഫീഞ്ഞ ഹാപ്പിയാണ്. റാഫീഞ്ഞ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, ഞാൻ മാത്രമല്ല എൻ്റെ ബ്രസീലിയൻ പീപ്പിൾ വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് നെയ്മറുടെ സാൻറ്റോസിലേക്കുള്ള മടങ്ങി വരവിൽ. കാരണം അദ്ദേഹം ആ ക്ലബിനെ അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ സാൻറ്റോസിൽ അദ്ദേഹം ചെയ്തത് നമ്മളൊക്കെ കണ്ടതല്ലേ. അദ്ദേഹത്തിൽ നിന്ന് മികച്ച പ്രകടനം നമുക്ക് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തെ വീണ്ടും കോമ്പീറ്റിംഗ് ആയിട്ട് കാണാൻ കഴിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ് ഈ ഒരു കാര്യത്തിൽ. പിന്നെ ഒരു സംശയവും വേണ്ട, ലാമിൻ യമാലിന് നെയ്മറുടെ ഒരു സാൻറ്റോസ് ജേഴ്സി വേണ്ടി വരും. അവന് മാത്രമല്ല എനിക്കും അത് വേണ്ടി വരും. എന്തായാലും നെയ്മറെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.